കോട്ടയം നഗരസഭയിൽ വിജിലൻസ് റെയ്ഡ് 211 കോടിയുടെ ക്രമക്കേട് എന്ന ഓഡിറ്റ് റിപ്പോർട്ടിനെ തുടർന്നാണ് പരിശോധന. വിജിലൻസ് ഡിവൈഎസ്പി VR രവികുമാറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ്. ജില്ലാ ഓഡിറ്റ് ഓഫീസറും സംഘത്തിലുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, റെയ്ഡ് തുടരുകയാണോ? എന്തെങ്കിലും സുപ്രധാനമായ രേഖകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടോ? വിശദമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടത്തുന്നത്. 211 കോടി രൂപയുടെ ക്രമക്കേടാണ് ഈ ഓഡിറ്റ് വിഭാഗം കഴിഞ്ഞ തവണ കണ്ടെത്തിയിരുന്നത്. കാരണം ഫ്രണ്ട് ഓഫീസ് വഴി നഗരസഭയിലേക്ക് എത്തേണ്ട വിവിധ ചെക്കുകളിൽ അതിൽ 8 ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി ആ ചെക്കുകൾ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു നടത്തിയത്. അതിന്റെ പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമെല്ലാം പ്രതിഷേധത്തിലേക്കെല്ലാം കടന്നിരുന്നു. ഇതിന്റെ എല്ലാം ഒരു തുടർ നടപടിയുടെ ഭാഗമായിട്ട് വേണം ഇപ്പോഴത്തെ ഈ വിജിലൻസ് പരിശോധനയെ. ഏതെല്ലാം രേഖകൾ കണ്ടെത്തിയെന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളില്ല. പക്ഷേ ഏതാണ്ട് 5 വർഷത്തെ രേഖകളാണ് 2020 മുതൽ 2025 വരെയുള്ള 5 വർഷത്തെ രേഖകളാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ട പരിശോധന ആഭ്യന്തര വിജിലൻസ് വിഭാഗം നടത്തിയിരുന്നു. അതുപോലെ തന്നെ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഈ 5 വർഷത്തെ രേഖകൾ നേരത്തെ പരിശോധിച്ചിരുന്നു. ഇപ്പോൾ വിജിലൻസ് കൂടി വിഷയത്തിൽ കൂടുതൽ ഗൗരവത്തോടെ വിഷയത്തിൽ ഇടപെടുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പരിശോധന തുറന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.